ഏണസ്റ്റ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പുതിയ വിജ്ഞാപനം വന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു സുവർണാവസരമാണ്. ഓക്കെ, നമ്മൾ ബേസിക്കലി നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ബ്രാഞ്ചായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതിലേറ്റവും ടഫായിട്ട് വരുന്ന ഒരു പോർഷനാണ് അല്ലെങ്കിൽ ഏരിയയാണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ബേസിക്കായിട്ട് ഇത് എന്താണ് ടഫ്നെസ് എന്ന് പറയുന്നത്, നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു വേണ്ടത്ര ഡെപ്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. പണ്ട് ചാക്കമാഷ് പറഞ്ഞ പോലെ ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മുഴുവൻ മാത്സിലാണെന്ന് പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാഞ്ചിന് മുഴുവൻ സ്പന്ദനം എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട്സിലാണ്. ഓക്കെ, സർക്യൂട്ട്സിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സർക്യൂട്ടാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നമുക്കൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ചെറിയ നോളജിൽ ചെറിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിനെ നമുക്ക് കാണുകയും അറിയുകയും ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിന്ന് പറയുന്നത് ബേസിക് സർക്യൂട്ട്സ് ലോസ് ആൻഡ് തിയറംസ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ കണ്ടൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ, ഓംസ് ലോ, ക്രിച്ചോഫ്സിൻ്റെ ലോ, സൂപ്പർപൊസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആൻഡ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം. ഇത്രയുമാണ് PSCയുടെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് വോൾട്ടേജ്? ഓക്കെ, അപ്പോൾ പലരും ഞാനിപ്പോൾ നിങ്ങളെടുത്ത ഡെഫിനിഷൻ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വോൾട്ടേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഓക്കെ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മുടെ വീട്ടിലെല്ലാം ടാങ്ക് ഉണ്ടാവുമല്ലോ അല്ലേ. ആ ടാങ്കും നമ്മുടെ ടാപ്പുമായിട്ട് എങ്ങനെയാണ്? ടാങ്ക് ടോപ്പിലിരിക്കും, ടാപ്പ് താഴെയിരിക്കും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ആ ടാങ്കിൻ്റെ നേരെ ലെവലിൽ നമ്മൾ ടാപ്പ് വയ്ക്കാത്തത്, അല്ലെങ്കിൽ ടാങ്കിന് മുകളിൽ ടാപ്പ് വയ്ക്കാത്തത്? കാരണം ടാങ്കിൻ്റെ ലെവലിൽ നേരെ വെച്ചാലും ടാങ്കിൻ്റെ മുകളിൽ വെച്ചാലും ഒരിക്കലും എന്ത് ചെയ്യില്ല, വെള്ളം ഫ്ലോ ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും വെള്ളം ഫ്ലോ ചെയ്യുന്നത്? കാരണം ഈ രണ്ട് പോയിന്റും തമ്മിലൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടല്ലേ. ആ പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. എക്സാക്ട്ലി ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്കും വേണ്ടത്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് വോൾട്ടേജ്. ഓക്കെ, ഇനി നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. ഇനി എന്ത് രണ്ട് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? കാരണം ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുക? ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുക. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് പറയാം? കാരണം ബാറ്ററിയുടെ പോസിറ്റീവ്, ഇപ്പോൾ ഒരു 10 വോൾട്ടിൻ്റെ ബാറ്ററി ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് പ്ലേറ്റ് 30 വോൾട്ടും നെഗറ്റീവ് പ്ലേറ്റ് 20 വോൾട്ട് എന്ന് പറയാം. ഇനി പോസിറ്റീവ് പ്ലേറ്റ് 50 വോൾട്ടും നെഗറ്റീവ് പ്ലേറ്റ് 40 വോൾട്ട് എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാരണം എന്താണ്? പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമാണ് എന്ത് പറയുക? നമുക്ക് 10 വോൾട്ട് എന്ന് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റ്, ഇപ്പോൾ 10 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് 10 വോൾട്ടും നെഗറ്റീവ് പ്ലേറ്റ് നമ്മൾ എന്താണ് പറയുന്നത്? 0 വോൾട്ടുമാണ് പറയുന്നത്. സോ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 10 വോൾട്ട് എന്ന് പറയുന്ന ബാറ്ററിയുടെ വോൾട്ടേജ്. ഓക്കെ, നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ക്രിച്ചോഫിൻ്റെ ലോസ് വരുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള KCL വരുമ്പോൾ, KCLാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ആപ്ലിക്കേഷൻ വേണ്ടത്. കാരണം കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുക? വോൾട്ടേജ് എന്ന് പറയുക. ഇനി നമുക്ക് ബാറ്ററിക്ക് 2 കേസ് വരും. ഒന്ന് ബാറ്ററിയിൽ നിന്നും കറണ്ട് പോവുക, അതായത് നമ്മൾ അതിനെന്ത് പറയും? ബാറ്ററി പവർ സപ്ലൈ ചെയ്യുക എന്ന് പറയും. അതായത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ലീവ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? ബാറ്ററി ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യുകയാണെന്ന് പറയും.
ഇനി ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കറണ്ട് വന്നാലോ നമ്മൾ എന്ത് പറയും, ബാറ്ററി പവർ കൺസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബാറ്ററി എന്താണ് ചാർജിങ് ആണെന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ ബാറ്ററിനെ കുറിച്ച് അറിയേണ്ട 2 മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, അതായത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ബാറ്ററി ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യുകയാണെന്ന് പറയും. ഇനി ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് കറണ്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ബാറ്ററി പവർ കൺസ്യൂം ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ ബാറ്ററി എന്ത് പറയും, ചാർജ് ചെയ്യപ്പെടുകയാണെന്ന് പറയും. ഇനി നെക്സ്റ്റ്, എന്താണ് കറണ്ട്? കറണ്ടിന് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ ഞാൻ നേരത്തെ പോലെ ചോദിച്ചത് എന്ത് പറയും, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറയും അല്ലേ. ഓക്കെ, എക്സാക്ട്ലി കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷൻ ഫ്ലോ ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും കറണ്ട് പോകുക. ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ മുതൽ പഠിച്ചാണല്ലേ. പക്ഷെ നമുക്ക് വേണ്ടത് അതിലും കുറച്ചുകൂടി മുകളിലാണ്. കാരണം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, 2 പോയിന്റ് തമ്മിൽ എന്ത് വേണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. 2 പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ദർ വിൽ ബി നോ ഫ്ലോ ഓഫ് കറണ്ട്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ടാങ്കിൻ്റെ അതേ ലെവലിൽ പൈപ്പ് വെക്കുന്ന പോലെയാണ്. കാരണം 2 പോയിന്റ് തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഇല്ല. സോ എന്താണ്, വാട്ടർ ഫ്ലോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എക്സാക്ട്ലി അതേ പ്രിൻസിപ്പിളാണ്. 2 പോയിന്റ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ദർ വോണ്ട് ബി എനി ഫ്ലോ ഓഫ് കറണ്ട്. ഇനി സെക്കൻഡ് നമ്മൾ അറിയേണ്ട കാര്യം, ഒരു റെസിസ്റ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പഠിക്കും, ഒരിക്കലും നമ്മൾ എന്തെടുക്കരുത്, ആ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം എന്താണ്, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യലിനെ നമ്മൾ എപ്പോഴും പ്ലസ് ആയിട്ടും ലോവർ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്താണ് മൈനസ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, ഓർക്കണം, കറണ്ട് എവിടുന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ തിരിച്ചൊരിക്കലും എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യത്തില്ല. ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഓൾവേസ് പ്രിഫേഴ്സ് ലോ റെസിസ്റ്റൻസ് പാത്താണ്. അതായത് കറണ്ടിന് ഏറ്റവും പോകാൻ ഇഷ്ടം എന്താണ്, ഏറ്റവും ലോ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്തിൽ കൂടി പോകാനാണ് കറണ്ടിന് ഇഷ്ടം. ഓക്കെ, ഇനി കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ഇനി നമ്മൾ ബാറ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ, എ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്രം ദ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദി ബാറ്ററി ഷുഡ് റീച്ച് ദി നെഗറ്റീവ് പ്ലേറ്റ് വിത്തൗട്ട് എനി ലോസ്. അതായത് ഞാനിപ്പോൾ ഒരു സർക്യൂട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ സംതിങ് ഇവിടെ എനിക്ക് കുറേ റെസിസ്റ്ററും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ പോയിന്റിൽ നിന്നും എത്ര കറണ്ട് ലീവ് ചെയ്യുന്നോ അത്രയും കറണ്ട് ഇവിടെ തിരിച്ചു വന്നേ പറ്റൂ. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് എത്ര കറണ്ട് ലീവ് ചെയ്യുന്നോ അത്രയും കറണ്ട് തിരിച്ചിവിടെ എത്തിയിരിക്കണം. അതായത് അങ്ങനെ തിരിച്ച് എത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് കറണ്ട് എവിടെയോ ലോസ് ആയെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ലോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എന്താണ് പറയുന്നത്, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു പോയിന്റിൽ നിന്നും എത്ര കറണ്ട് ലീവ് ചെയ്യുന്നോ അത്രയും കറണ്ട് തിരിച്ച് അവിടെ വന്നിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കറണ്ടിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്കെന്താണ് റെസിസ്റ്റൻസ്. ഇപ്പോൾ റെസിസ്റ്റൻസിന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയലാണ്. അതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്തിന്, ഇറ്റ് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. അതായത് കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇനി ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ റെസിസ്റ്ററിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു സർക്യൂട്ട് വരച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ നിന്ന് ഒരു കറണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അത്രയും കറണ്ട് തന്നെ തിരിച്ചു വന്നു. സോ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ഈ പോയിന്റിലെത്തുമ്പോൾ 2 പാത്ത് കാണുന്നുണ്ട് ഫ്ലോ ചെയ്യാനായിട്ട്, ഇല്ലേ? പക്ഷേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഫ്ലോ ചെയ്യില്ല. കാരണം ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ കറണ്ട് നെഗറ്റീവിലേക്ക് എത്താനുള്ള പാത്തുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ കറണ്ടും കറക്റ്റ് എന്ത് ചെയ്യും, ഈ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ എത്തും. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ റെസിസ്റ്ററിൽ കൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ നമ്മൾ ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിന് എന്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കറണ്ട് പോകുന്നില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ കറണ്ട് എന്ത് കൊടുക്കില്ല, ആ റെസിസ്റ്റർ എന്ത് കൊടുക്കില്ല, ഒപ്പോസിഷൻ കൊടുക്കത്തില്ല. അപ്പോൾ ഒപ്പോസിഷൻ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ റെസിസ്റ്ററിന് എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമുക്ക് തെവെനിൻസ് തിയറം ഒക്കെ
തെവനിസ് തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ടൊക്കെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു റെസിസ്റ്റർ എങ്ങനെയാണ് അതിൽ കൂടി അതിന് കിട്ടുന്ന ഇലക്ട്രിക്കൽ പവർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യണമെന്ന്. ഓക്കെ, ഇലക്ട്രിക്കൽ പവർ എന്താണ്, ഒരു റെസിസ്റ്ററിൽ കൂടെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് സോഴ്സിൽ നിന്നും ഒരു റെസിസ്റ്ററിലേക്ക് എങ്ങനെയാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് വയ കറണ്ട് വഴിയാണ്. സോ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ വരുന്ന ഇലക്ട്രിക്കൽ പവറിൻ്റെ മൊത്തം എന്ത് ചെയ്യും റെസിസ്റ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്, ഈ തരുന്ന ഇലക്ട്രിക്കൽ പവറിൻ്റെ മൊത്തം എന്ത് ചെയ്യും, ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് അറിയാം, ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂം അറിയാമെങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് എ പവർ ഡെസിപ്പേറ്റ് ആയെന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും, P=I² R പറയാൻ പറ്റും. ഇനി എനിക്ക് കറണ്ട് അറിയില്ല, എനിക്ക് ആ റെസിസ്റ്ററിനെ ക്ലോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് അറിയുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, P=V²/R എന്നുള്ള ഫോമിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, എത്ര എമൗണ്ട് ഓഫ് പവർ ഡെസിപ്പേറ്റ് ആയി എന്ന് പറയാൻ പറ്റും. ഇനി എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ I²Rഉം V²/R എല്ലാവർക്കും തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തെറ്റിക്കുന്നുണ്ട്. സപ്പോസ് ഇതാണ് ആ റെസിസ്റ്റർ ആണെന്ന് ചോദിക്കുക. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് എനിക്കറിയാം, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ പവർ ഡെസിപ്പേറ്റഡ് ആസ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് I²R ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്, വോൾട്ടേജ് അറിയാം. വോൾട്ടേജ് അറിയാമെങ്കിൽ ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എനിക്ക് അറിയേണ്ടത്, അല്ലാതെ സപ്ലൈ വോൾട്ടേജ് അല്ല. ഓക്കെ, ഈ റെസിസ്റ്ററിന് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പവർ ഡെസിപ്പേറ്റഡ് ആസ് ഹീറ്റ് എന്ന് പറയുന്നത് V²/R ആണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോരുത്. കാരണം ചിലപ്പോൾ ഈ V എന്ന് പറയുന്ന ടേം ചിലപ്പോൾ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് എടുക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ടെൻഡൻസി ഒക്കെ അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് ഒക്കെ കുട്ടികൾ വരുത്താൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ V എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്നത് എന്താ, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. നമ്മൾ പവർ ലോസ് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. സോ നമ്മൾ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് പിന്നെ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി if there is no resistance between 2 points then 2 points have same potential. അതായത് രണ്ട് പോയിന്റിനടുക്ക് റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ നമ്മളത് എന്ത് പറയും, ആ പോയിന്റിനുണ്ട് സെയിം പൊട്ടൻഷ്യലാണെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാലോ, ഞാനത് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തുതരാം. സപ്പോസ് VAയും ഇത് VB ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഓംസിലും എന്താ V=I×R അല്ലേ, ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് അല്ലേ. ഓംസ് ലോ എന്താ, V=I×R അല്ലേ, V=I×R ആണ് ഓംസ് ലോ പറയുന്നത്. വോൾട്ടേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എനിക്ക് VA-VB എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് I×R അല്ലേ. സപ്പോസ് ഈ രണ്ട് പോയിന്റിനടുക്ക് റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ എന്താണ്, R=0. അതായത് ഞാൻ എന്താണ് ഒരു സിമ്പിൾ ഒരു വയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അതായത് 0 റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ I×R എത്ര വരും, 0 വരും. I×R=0 വരുമ്പോൾ എൻ്റെ VA എന്താണ്, എൻ്റെ VB ആണ്. സോ ആ രണ്ട് പോയിന്റും എന്തായിരിക്കും, സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് പോയിന്റിനിടയ്ക്ക് യാതൊരു റെസിസ്റ്റൻസും ഇല്ലെങ്കിൽ ആ പോയിന്റ്സ് എന്തായിരിക്കും, സെയിം പൊട്ടൻഷ്യലായിരിക്കും. നമുക്കിത് ക്രിച്ചോഫിൻ്റെ കറണ്ട് ലോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിച്ചോഫിൻ്റെ കറണ്ട് ലോ ഉള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഉള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്റൻസിനെ എങ്ങനെ ബേസിക് ആയിട്ട് കണക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുക, ഒന്ന് സീരീസ് ആയിട്ട്, രണ്ട് പാരലൽ ആയിട്ട്. ഓക്കെ, സീരീസിൽ എന്താണ് പ്രത്യേകത, അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത സീരീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, നോളജ്. പക്ഷേ ബേസിക്കലായിട്ട് എന്താ സംഭവിക്കുന്നത്, കാരണം ഒന്നിലധികം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരി റെസിസ്റ്ററിൽ പോകുന്ന കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് സെയിം കറണ്ട് തന്നെ എന്താണ് ഒന്നിലധികം റെസിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സീരീസ് എന്ന് പറയും. ഈക്വൽ കറണ്ട് അല്ല, സെയിം കറണ്ട്. ഓക്കെ, അതായത് ഇതിന് മുമ്പിൽ ഉള്ള റെസിസ്റ്ററിൽ ഏത് കറണ്ട് പോയോ അതേ കറണ്ട് തന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ രണ്ട് റെസിസ്റ്റൻസിനെ എന്താ പറയുക, സീരീസ് കോമ്പിനേഷൻ എന്ന് പറയും. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ പ്രത്യേകം എന്താ നമുക്കറിയാലേ, R== സം ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് എനിക്ക് എത്ര റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തോ അത്ര റെസിസ്റ്റൻസിന്റെയും ടോട്ടൽ സം ആണ് എന്ന് പറയാം, എനിക്ക് ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയുന്നത്, കാരണം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈക്വൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലേ. ഈക്വൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും.
ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ 1 to n വരെയുള്ള R1 to Rn വരെയുള്ള നമുക്ക് എന്താണ് n റെസിസ്റ്റൻസ് ഉണ്ടല്ലേ ഈ n റെസിസ്റ്റൻസിന്റെ മാക്സിമം റെസിസ്റ്ററിനേക്കാളും കൂടുതലായിരിക്കും എന്ത് പറയുക എൻ്റെ ഈ R എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ ഈ R equivalent എന്ന് പറയുന്നത് അതായത് എനിക്ക് n റെസിസ്റ്റൻസ് ഉണ്ട് ആ n റെസിസ്റ്റൻസിൽ സപ്പോസ് ഒരു R5 ആണ് ഹയസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് വെക്കാം ഈ R5നേക്കാളും കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് R equivalent എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് ഒരു പ്രാവശ്യം എന്താണ് PSC ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ കുറച്ച് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു അപ്പോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസിനെയും ഈക്വൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ റിലേഷൻ എങ്ങനെയാണ് എൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് ഏറ്റവും ഹയസ്റ്റ് ആയ റെസിസ്റ്റൻസിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും കാരണം എന്താണ് ഞാൻ ഇതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ഇനി എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ എന്ത് സംഭവിക്കും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യല്ലേ സോ എനിക്ക് n റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ റെസിസ്റ്ററിലും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് V1 V2 V3 അപ്പ് ടു Vn വരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും ഇനി എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്രയാണ് കാണണം എന്ന് വിചാരിക്കാം നോർമലി ഇതിൽ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഇതിന്റെ ടോട്ടൽ സം കാണും സം കണ്ടിട്ട് നമ്മൾ V വെച്ച് ഡിവൈഡ് ചെയ്യും നമ്മൾ I എത്രയാണ് കണ്ടുപിടിക്കും ഇനി I കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും I into R ആയിരിക്കും ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു ഫോമിൽ എന്ത് ചെയ്യും ബൈ ഹാർട്ട് പഠിക്കാം ഓക്കെ സപ്പോസ് എനിക്ക് തേർഡ് റെസിസ്റ്റൻസ് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ തേർഡ് റെസിസ്റ്റൻസ് എന്താ V3 ആണല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ടോട്ടൽ വോൾട്ടേജ് ആയ V ഇൻറ്റു ഞാൻ എന്ത് ചെയ്യും ഈ തേർഡ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ എത്രയാണ് സം ഓഫ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും ഞാൻ ചെയ്യും സം ഓഫ് റെസിസ്റ്റൻസ് അപ്പോൾ എനിക്ക് എന്ത് കിട്ടും എനിക്ക് പർട്ടിക്കുലർ റെസിസ്റ്റൻസ് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആണെന്ന് എനിക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഫോമിൽ എനിക്ക് ബൈ ഹാർട്ട് അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ഒരുപാട് കുറച്ച് ടൈംസ് എന്ത് ചെയ്യാൻ സേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സം കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം R equivalent കാണണം അതായത് സമയം R equivalent കാണണം പിന്നെ I കാണണം I equal എത്രയാണ് V ഡിവൈഡ് ബൈ R equivalent ആണ് പിന്നെ V3 കാണണം V3 കാണുമ്പോൾ എന്ത് ചെയ്യും I into R3 കാണും ഓക്കെ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ചെയ്യാൻ പറ്റും നമുക്ക് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് കോമ്പറ്റീവ് എക്സാമിനേഷൻ ആണ് സോ ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ് സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഫോമിലെ ബൈ ഹാർട്ട് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എല്ലാ റെസിസ്റ്റൻസിനെയും അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും അതായത് ഒന്നിലധികം റെസിസ്റ്റൻസിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഈക്വൽ എന്നുള്ള ഞാൻ ഉപയോഗിക്കുന്നില്ല സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും അത് പാരലൽ ആണ് പറയും എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ഇത് നെഗറ്റീവ് പ്ലേറ്റ് അല്ലേ സോ പോസിറ്റീവ് പ്ലേറ്റിന്റെ അക്രോസ് വോൾട്ടേജ് ഇവിടെ ഞാൻ V എന്ന് പറയാം ഇത് ഞാൻ VV എന്ന് പറയാം നോക്കിക്കേ ഈ രണ്ട് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ രണ്ട് പോയിന്റ് സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കില്ലേ ഇതിന് എനിക്ക് എന്ത് പറയും V എന്ന് പറയാം ഇനി ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്ക് റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ് വരും സെയിം പൊട്ടൻഷ്യൽ ഇപ്പോൾ VV വരും അപ്പോൾ ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് മീൻസ് വോൾട്ടേജ് എത്രയാണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് V1 എന്ന് പറയുന്നത് എത്ര വരും VA മൈനസ് VB വരും അല്ലേ ഇനി സെയിം ഈ പോയിന്റ് റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ അക്രോസ് വോൾട്ടേജ് മീൻസ് വോൾട്ടേജ് എത്രയായിരിക്കും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും V ആയിരിക്കും ഈ രണ്ട് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും VB ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് റെസിസ്റ്റൻസ് ആയ R2 ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും V2 എന്ന് പറയുന്നത് എത്രയായിരിക്കും VA മൈനസ് VB ആയിരിക്കും അല്ലേ ഇങ്ങനെ നമുക്ക് എത്ര റെസിസ്റ്റൻസ് എടുത്താലും അതിനെക്കുറിച്ചുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും VA മൈനസ് VB കിട്ടും അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA മൈനസ് VB കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും അതെങ്ങനെ പറയും പാരലൽ എന്ന് പറയും ഓക്കെ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈക്വൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും 1 R equal 1 R1 plus 1 R2 അപ്പ് എന്നാണ് 1 R ഇനി ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോമുല വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും R equivalent കിട്ടും അല്ലേ ഈ R equivalent എന്ന് പറയുന്നത് ഈ R1 to Rn വരെയുള്ള റെസിസ്റ്റൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും മനസ്സിലായോ അതായത് നമ്മൾ സീരീസ് പറയുന്നത് എന്ത് പറയും ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും ഇക്വലന്റ് പാരലൽ പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും എന്ന് പറയുക R equivalent എന്ന് പറയുക അതായത് എനിക്ക് 1 2 3 4 എന്ന് പറയുന്ന ഈ 4 മീൻസ് 1 2 3 4 എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസ് ഞാൻ പാരലൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഏതാ 1 ഈ 1 താഴെയായിരിക്കും എനിക്ക് എന്ത് കിട്ടുക എൻ്റെ R equivalent കിട്ടുക ഓക്കെ അതായത് നിങ്ങളത് ചെയ്ത് നോക്കൂ ഓക്കെ ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും താഴെയായിരിക്കും നമുക്ക് R equivalent കിട്ടുക അത് നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിനകത്ത് വേണം ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റൂളാണ് കറണ്ട് ഡിവിഷൻ റൂൾ ഓക്കെ അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്തു പാരലൽ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യുന്ന രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് സപ്പോസ് I എന്ന് പറയുന്ന കറണ്ടാണ് രണ്ട് റെസിസ്റ്ററിലേക്ക് കൂടി വരുന്നത് I എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു അതെന്താണ് I1 പ്ലസ് I2 ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് R1 കൂടെ പോകുന്ന കറണ്ടാണ് I1 R2 കൂടെ പോകുന്ന കറണ്ടാണ് I2 അപ്പോൾ എനിക്ക് പർട്ടിക്കുലർ R1 എത്രയാണ് കാണും സോറി I1 എത്രയാണ് കാണും I1 ഞാൻ എങ്ങനെ കാണുന്നു ടോട്ടൽ കറണ്ടായ I ഇൻറ്റു എനിക്ക് എന്തിനാണ് കണ്ടത് R1 കണ്ടത് അപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കും R2 ഡിവൈഡ് ബൈ എന്താണ് സം ഓഫ് റെസിസ്റ്റൻസ് സപ്പോസ് എനിക്ക് എന്താ കണ്ടത് I2 ആണ് കണ്ടത് I2 ആണ് കണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് I ഇൻറ്റു I2 ഇതിൽ പോകുന്ന കറണ്ട് R2 കൂടെ പോകുന്ന കറണ്ട് അല്ലേ അപ്പോൾ ഞാൻ R2 എടുത്തില്ല ഞാൻ നേരെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എടുക്കും അതായത് R1 ഡിവൈഡ് ബൈ എന്താണ് R1 പ്ലസ് R2 ഇതാണ് എൻ്റെ പറയുന്നത് കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് അതായത് എനിക്ക് I1 ആണെങ്കിൽ ഞാൻ എന്തെടുക്കില്ല R1 എടുത്തില്ല ഞാൻ എന്തെടുക്കുള്ളൂ R2 എടുക്കത്തുള്ളൂ ഞാൻ I2 ആണെങ്കിൽ ഞാൻ ഈ I2 ഇതിലൂടെ പോകുന്ന R2 ലേക്ക് പോകുന്നത് ഞാൻ R2 എടുത്തില്ല ഞാൻ എന്തെടുക്കത്തുള്ളൂ R1 എടുക്കത്തുള്ളൂ ഡിനോമിനേറ്റർ എന്താണ് R1 പ്ലസ് R2 ആണ് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരുപാട് എടുത്ത് ആവശ്യമുള്ളതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് എനിക്ക് n റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം വാല്യൂ അതായത് n റെസിസ്റ്റേഴ്സ് ഉണ്ട് അതിൽ എല്ലാ വാല്യൂ സെയിം ആയിരിക്കും അത് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് എനിക്ക് ഒറ്റയടി കണ്ടുപിടിക്കാം അതായത് എന്തായിരിക്കും വിൽ ബി R/n അതായത് എനിക്ക് 3 ഇതിപ്പോൾ 3 ഓം റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണ് 3/3 അതായത് എത്രയായിരിക്കും 1 ആയിരിക്കും ഇപ്പോൾ എൻ്റെ രണ്ട് 6 ഓം റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും 6 ഡിവൈഡ് ബൈ n എത്രയാണ് 2 ഇറ്റ് വിൽ ഈക്വൽ ടു 3 ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഈ ഫോർമുലാസ് ഈ റിലേഷൻസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് നമുക്ക് അറിഞ്ഞിരുന്നാൽ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ക്രിച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോ ആണ് ഓക്കെ നമ്മളിത് കോളേജിലൊക്കെ ഡെഫിനേഷൻ ആയിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടല്ലേ പക്ഷേ ഇതെന്താണ് നമ്മുടെ സംഭവം നമുക്ക് അത്ര ഒരു അല്ലെങ്കിൽ ക്രിച്ചോഫിന്റെ ലോ എന്ന് പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ എനർജി നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ അത്ര പര്യാപ്തമായിട്ടുണ്ടാവില്ല നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ സിമ്പിൾ സർക്യൂട്ട് എടുക്കണം അപ്പോൾ ഒരു ബാറ്ററി ആ ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ് അത് എന്ത് കൊടുക്കണം ഒരു കറണ്ട്
ഒരു റെസിസ്റ്റൻസ് സപ്ലൈ ആണ്. സോ എന്താണ് ഒരു ഐ എന്ന് പറയുന്ന കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ എന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ പോസിറ്റീവിൽ നിന്ന് എത്ര കറണ്ട് ലീവ് ചെയ്തത് ഐ ആണ് ലീവ് ചെയ്തത്, അത് തിരിച്ച് എവിടെ വരുന്നുണ്ട് നെഗറ്റീവിൽ വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും വരുന്നുണ്ട്. ഇനി നോക്കി ബാറ്ററി തരുന്ന പവർ എന്താണ് നമ്മൾ എന്താ പറയുന്നത്, വീണ്ടും ഐ അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ, ബാറ്ററി പറയുന്ന പവർ വീണ്ടും ഐ അല്ലേ. ഇനി റെസിസ്റ്ററിൽ കൂടി കറണ്ട് പോകുമ്പോൾ റെസിസ്റ്റർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ എത്ര ഐ സ്ക്വയർ ആർ ആണ് അല്ലേ. ഐൻസ്റ്റീൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ലോ ആണ് ലോ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ എന്താ പറയുന്നത്, എനർജി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ബാറ്ററി എന്താ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യുന്നത്, റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്, ആ കിട്ടുന്ന ഇലക്ട്രിക്കൽ പവർ മൊത്തം ഹീറ്റ് ആക്കി കളയാണ്. വേറെ ഇതിൻ്റെ വേറെ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനോ ലോസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തോ അത്ര ഇലക്ട്രിക്കൽ എനർജി എന്താക്കി ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇക്വേറ്റ് ചെയ്യാലോ, കാരണം വീണ്ടും എന്ന് പറയുന്നത് ബാറ്ററി തരുന്ന ഇലക്ട്രിക്കൽ പവർ ആണ്. ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് ആണ്. അപ്പോൾ രണ്ടിന് എന്താ എനിക്ക് ഐയും ഒരു ഐയും കട്ട് ചെയ്താൽ അപ്പോൾ ബാക്കി എനിക്ക് വീണ്ടും വി ഇക്വൽ ടു ഐ ഇൻറ്റു ആർ. ഞാൻ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വി പ്ലസ് ഐ ഇൻറ്റു ആർ, വി പ്ലസ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വൽ ടു 0 കിട്ടുക. നോക്കി വി എന്ന് പറയുന്നത് എന്താ, വോൾട്ടേജ് അല്ലേ, ഐ ഇൻറ്റു ആർ അപ്പോൾ എന്തായിരിക്കണം, വോൾട്ടേജ് ആയിരിക്കണം അല്ലേ. കാരണം നമുക്ക് സെയിം ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. കാരണം ഒരിക്കലും നമുക്ക് ഒരു കിലോയും ഒരു ലിറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കിലോയോട് നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കിലോ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സെയിം യൂണിറ്റുള്ള ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണെങ്കിൽ ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. സോ രണ്ട് വോൾട്ടേജിനും സം എന്താണ്, 0 ആണ്. ഇനി നമുക്ക് എന്താ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതൊരു ക്ലോസ് പാത്ത് ആയിരിക്കണം. അപ്പോൾ ക്ലോസ് പാത്ത് അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പാത്ത് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ഫ്ലോ ചെയ്യോ ഇല്ല, ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്തില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് ക്ലോസ് ലൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ മെഷ് എന്ന് പറയും. അപ്പോൾ നമുക്ക് KVL ലോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇനി ക്ലോസ്ഡ് മെഷ് ഓർ ലൂപ്പ് ദ സം ഓഫ് EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്നാണ് 0 ആണ്. ഇപ്പോൾ മനസ്സിലായോ ഇതെങ്ങനെ വന്നതെന്നുള്ളത്. അതായത് നമ്മൾ എവിടെ വന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ നിന്നാണ് വന്നത്. എത്ര ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്തോ അത്ര ഇലക്ട്രിക്കൽ പവർ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നത്, എന്താണ് വി പ്ലസ് മൈനസ് ഐ ഇൻറ്റു ആർ എന്ന് വന്നത് 0 വന്നത്. അപ്പോൾ നമുക്ക് എന്താ രണ്ട് വോൾട്ടേജുകളുടെ സമയം എന്താണ് 0 ആണ്. എവിടെ, ഇൻസൈഡ് മെഷ്. ഇതാണ് ആര് പറയുന്നത്, ക്രിച്ചോഫിന്റെ വോൾട്ടേജ് ലോ പറയുന്നത്. ഇനി നോക്കി വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പാണ് ഈ വി ഇക്വൽ ടു ഐ ഇൻറ്റു ആർ. വി എന്ന് പറയുന്നത് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ബാറ്ററി ഇതിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ആണ്. ഇത് പറയുന്നത് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ബാറ്ററിയിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ആണ് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, എത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്തോ അത്രയും വോൾട്ടേജ് എന്ത് ചെയ്യും, കൺസ്യൂം ആവും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഡ്രോപ്പ് ആവും. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഓരോ പ്രോബ്ലംസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത്, അതായത് എത്ര വോൾട്ടേജ് ആ സർക്യൂട്ട് അല്ലെങ്കിൽ മെഷീനിൽ സപ്ലൈ ആയോ അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആവും അല്ലെങ്കിൽ കൺസ്യൂം ആവും. ഓക്കെ, ഇനി ക്രിച്ചോഫിന്റെ വോൾട്ടേജ് എന്താ പറയുന്നത്, കൺസർവേഷൻ ഓഫ് എനർജിയിലെ കൺസർവേഷൻ ഓഫ് എനർജി വന്നത് എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കാം. കാരണം നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തത്, ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ബൈ ദ ബാറ്ററി ഇക്വൽ ടു ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ് ഇൻ ദ റെസിസ്റ്റർ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇത് ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, KVL ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ, മറന്നു പോയത് കേട്ടോ. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ്. നമുക്ക് ഒരു മെഷീൻ്റെ അകത്ത് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ കാണുമ്പോൾ മെഷീനകത്ത് രണ്ട് തരത്തിലുള്ള പോസിബിലിറ്റീസ് ആണ് നമുക്ക് വരിക. ഒന്ന് ഫസ്റ്റ് ഇങ്ങനെയും സെക്കൻഡ് ഇങ്ങനെയും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓരോ സർക്യൂട്ടും നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും കേട്ടോ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് മെഷീൻ നോക്കി. ഫസ്റ്റ് മെഷീനിൽ V1 എന്ന് പറയുന്ന ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, V2 എന്ന് പറയുന്ന ബാറ്ററി കയറുന്നു. പിന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പം നോക്കിയേ, എത്ര കറണ്ട് ലീവ് ചെയ്യുന്നു അത്രയും കറണ്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചിവിടെ എത്തുന്നു. നോക്കിയേ, പിന്നെ ഫസ്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ എന്താ, ഫസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യണമല്ലേ. അപ്പോൾ ഫസ്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് ലീവ് ചെയ്താൽ നമ്മൾ ഈ ബാറ്ററി എന്ത് ചെയ്യാമെന്ന് പറയും, നമ്മൾ ഈ ബാറ്ററി ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യാമെന്ന് പറയും. ഇനി സെക്കൻഡ് ബാറ്ററി നമുക്ക് അനലൈസ് ചെയ്താൽ എന്ത് കിട്ടും, നമ്മൾ ഈ നെഗറ്റീവ് പ്ലേറ്റ് നോക്കരുത് കേട്ടോ. നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്തായിരിക്കണം, പോസിറ്റീവ് പ്ലേറ്റ് വേണം നോക്കാൻ. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് എന്താണ് കറണ്ട് ലീവ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിയും എന്താ ചെയ്യുന്നത്, പവർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മൊത്തം ഇലക്ട്രിക്കൽ പവർ എത്ര സപ്ലൈ ചെയ്തോ അത്രയും ഇലക്ട്രിക്കൽ പവർ എന്തായി, ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തു. നോക്കി, അപ്പോൾ ഫസ്റ്റ് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പവർ എത്ര, V1 ഇൻറ്റു I. സെക്കൻഡ് ബാറ്ററി എത്ര, V2 ഇൻറ്റു I. സോ ടോട്ടൽ പവർ ഡിസിപ്പേറ്റ് എടുത്തിട്ട് I സ്ക്വയർ ആർ. സോ ഇതിൻ്റെ നിന്ന് എന്ത് കട്ടായി പോകും, I കട്ടായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1 പ്ലസ് V2 ഈക്വൽ ടു എന്താണ്, I ഇൻറ്റു ആർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ പറയുന്നത്, എത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്തോ അത്രയും വോൾട്ടേജ് കൺസ്യൂം ആകും. നോക്കി, ഫസ്റ്റ് ബാറ്ററി എന്താ ചെയ്യുന്നത്, വോൾട്ടേജ് സപ്ലൈ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് ബാറ്ററി എന്താ ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും, V1 എന്ന് പറയുന്ന ബാറ്ററിയും V1 എന്ന് പറയുന്ന വോൾട്ടേജുള്ള ബാറ്ററിയും V2 എന്ന് പറയുന്ന വോൾട്ടേജുള്ള ബാറ്ററിയും രണ്ടും ഇവിടെ വരുന്നത് സപ്ലൈയുടെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, V1 പ്ലസ് V2 ഈക്വൽ ടു എത്രയാണ്, ആരെ കൺസ്യൂം ചെയ്യുന്നത്, റെസിസ്റ്ററാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, I ഇൻറ്റു ആർ എഴുതാം. ഇനി സെക്കൻഡ് നമുക്ക് ഇത് എങ്ങനെ പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പറയാം, പക്ഷെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു നോക്കാം. നോക്കി, ഇവിടെ എങ്ങനെയാണ്, ഇവിടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ലീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, I എന്ന് പറയുന്ന കറണ്ട് കയറി എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇവിടെ V1ലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ സപ്ലൈ ഇക്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ലോജിക്കിലേക്ക് നമുക്ക് നോക്കാം. നോക്കി, ഫസ്റ്റ് എന്താ, ആർക്ക് എവിടെ സപ്ലൈ ചെയ്യുന്നു നോക്കണം. സപ്ലൈ ആരാ ചെയ്യുന്നത്, ബാറ്ററിക്ക് മാത്രമാണ് ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്യാനുള്ള എന്തുള്ളൂ, പ്രോപ്പർട്ടി ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സപ്ലൈയുടെ കേസിൽ നമ്മൾ ബാറ്ററി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ബാറ്ററി എന്താ ചെയ്യുന്നത്,
ഇവിടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് അല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് അറിയാം, ഫസ്റ്റ് ബാറ്ററി എവിടെ വരുന്നു, സപ്ലൈയുടെ സൈഡിൽ വരുന്നു അല്ലേ. ഇനി സെക്കൻഡ് ബാറ്ററി എന്താ ചെയ്യുന്നത്, സെക്കൻഡ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കറണ്ട് വരിക. അതായത് ബാറ്ററി എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ പവർ കൺസ്യൂം ചെയ്യുകയാണ്. അതായത് ബാറ്ററി എന്താണ്, ചാർജ് ആവുകയാണ്. അപ്പോൾ ചാർജ് ആവുന്ന കേസിൽ നമ്മൾ ഈ ബാറ്ററിനെ നമ്മൾ എവിടെ എഴുതും, കൺസപ്ഷൻ സൈഡ് എഴുതും. റെസിസ്റ്റർ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ, ഇലക്ട്രിക്കൽ പവർ കൺസ്യൂം ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് എന്ത് എഴുതാം, അതും കൺസപ്ഷൻ്റെ സൈഡിൽ എഴുതാം. സോ നമുക്ക് എന്ത് എഴുതാം, V1 ഈക്വൽ ടു എന്ത് എഴുതാം, V2 പ്ലസ് I ഇൻറ്റു R എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്തോ അത്രയും വോൾട്ടേജ് എന്ത് ചെയ്തു, കൺസ്യൂം ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ ആണ്. അതായത് KCL, ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ. ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ ഇപ്പോൾ എന്താണെന്ന് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, സം ഓഫ് കറണ്ട് എൻട്രിങ് അറ്റ് ദ ജംഗ്ഷൻ ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിങ് അറ്റ് ദ ജംഗ്ഷൻ. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് എനിക്കൊരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ കൂടെ ഒരു 10 ലിറ്റർ വെള്ളം വരികയാണ്. ഓക്കെ, ആ പൈപ്പ് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോയി. ഇതിൽ കൂടി 7 ലിറ്റർ വെള്ളമാണ് ഫ്ലോ ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ നോർമലായിട്ട് ഇതിൽ കൂടി എത്ര ലിറ്റർ വെള്ളം ഫ്ലോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും എത്രയാണ് സാർ, 3 ലിറ്റർ ആണെന്ന് അല്ലേ. നിങ്ങൾക്കത് എങ്ങനെ കിട്ടിയത്, കാരണം നിങ്ങൾ എങ്ങനെ കൂട്ടിയത്, അതായത് 10 വരുന്നു, ഇപ്പം 10 എത്ര വരുന്നു, അപ്പോൾ 10 തന്നെ പോകണം. അപ്പം നിങ്ങൾ എന്താ ചെയ്തത്, അപ്പോൾ 7 + 3 കൂട്ടിയാലാണ് എന്താവുള്ളൂ, 10 ആവുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് വന്നു, ഇവിടെ 3 ലിറ്റർ എന്ന് പറഞ്ഞു. എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് എനിക്ക് ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് എന്ത് വരുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ കറണ്ട് വരുന്നുണ്ട്, എന്നിട്ട് ഒന്നിൽ കൂടുതൽ കറണ്ട് ഒന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, എത്ര കറണ്ട് അവിടെ എൻ്റർ ചെയ്യുന്നോ അത്രയും കറണ്ട് എന്ത് ചെയ്യും, അവിടെ ലീവ് ചെയ്യും. ഓക്കെ, എത്ര കറണ്ട് വരുന്നോ അത്രയും കറണ്ട് ലീവ് ചെയ്യും. ഇനി നോഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് മീറ്റിംഗ് പോയിന്റ് ഓഫ് മോർ ദാൻ 2 എലമെൻറ്റ്സ് ആണ്. അതായത് മിനിമം എത്ര എലമെൻറ്റ് വേണം, 2 മതിയോ, പറ്റില്ല. മിനിമം എത്ര എലമെൻറ്റ് വേണം, നമുക്ക് 3 എലമെൻറ്റ് വേണം. അപ്പോൾ 3 എലമെൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിൽ ജംഗ്ഷനായിട്ട് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ 2 റെസിസ്റ്ററിൻ്റെയും മീറ്റിംഗ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണ്, അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് റോഡ് കണ്ടു, അപ്പോൾ ഒരു റോഡ് വേറെ റോഡിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു വളവ് കണ്ടു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പോയിന്റിന് നിങ്ങൾ ജംഗ്ഷൻ എന്ന് പറയുമോ, ഒരിക്കലും പറയില്ല. ജംഗ്ഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് മിനിമം എത്ര എലമെൻറ്റ് വേണം, 3 എലമെൻറ്റ് വേണം. അതായത് എനിക്ക് വേറൊരു പാത്തും കൂടിയും ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഞാൻ എന്ത് പറയുള്ളൂ, ഇതൊരു 3 കൂടിയ കവല അല്ലെങ്കിൽ എന്താ പറയുള്ളൂ, ജംഗ്ഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ജംഗ്ഷൻ ആവണമെങ്കിൽ എനിക്ക് മിനിമം എത്ര എലമെൻറ്റ് വേണം, 3 എലമെൻറ്റ് വേണം. അതായത് എത്ര വേണം, മോർ ദാൻ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് എന്താ പറയുള്ളൂ, അതൊരു ജംഗ്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ജംഗ്ഷൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നോഡിലേക്ക് സം എമൗണ്ട് ഓഫ് കറണ്ട് വരുന്നുണ്ട്, സം എമൗണ്ട് ഓഫ് കറണ്ട് ലീവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കറണ്ട് വരുന്നോ അത്രയും കറണ്ട് എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കറണ്ട്സിനെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ എനിക്ക് എന്ത് പറ്റും, IA പ്ലസ് IB പ്ലസ് മൈനസ് IP പ്ലസ് മൈനസ് IQ പ്ലസ് മൈനസ് IR ഈക്വൽ ടു എന്ത് വരും, എനിക്ക് 0 എഴുതാം അല്ലേ. അങ്ങനെ 0 എഴുതുമ്പോൾ എനിക്ക് എന്ത് എഴുതാം, ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നോഡ് എന്താണ്, 0 ആണ്. കാരണം IAയും IBയും IPയും IQയും IR ഒക്കെ ഈ ജംഗ്ഷനിൽ അല്ലെങ്കിൽ നോഡിൽ റിലേറ്റ് ചെയ്ത കറണ്ടാണ്. അപ്പോൾ ആ നോഡിലുള്ള എല്ലാ കറണ്ട്സിൻ്റെയും ഓൾജിബ്രായിക് സം വെറും സം അല്ല, ഓൾജിബ്രായിക് സം എന്താണ്, 0 ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ എന്ന് പറയുന്നത്. ക്രിച്ച്ഓഫിൻ്റെ കറണ്ട് ലോ എന്താണ്, ഓൾജിബ്രായിക് സം ഓഫ് എന്താണ്, കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ എന്ന് നമ്മൾ ഡെഫിനേഷനായിട്ട് പറയും. പക്ഷെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഇതിൽ നമ്മൾ പറയുന്നതാണ്, പ്രോബ്ലത്തിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ പറയുമ്പോൾ എത്ര കറണ്ട് വരുന്നോ അത്രയും കറണ്ട് എന്ത് ചെയ്യും, ലീവ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയാം. എങ്ങനെയാണ് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് പറഞ്ഞേ, എന്താ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് ആണല്ലേ. അപ്പോൾ
സപ്പോസ് ഐ എ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. സോ ഐ എയുടെ ഡയറക്ഷൻ ഇതാണ്, അപ്പോൾ ചാർജിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും, നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ Q1 ആണ് എന്ത് പറയുന്നത്, ഐ എ. Q1 ചാർജസ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഐ എ ഉണ്ടാവുന്നത്. ഇപ്പോൾ Q1 എടുക്കണ്ട, നമുക്ക് QA എടുക്കാം. ഓക്കെ, ഇനി ഐ ബി ഞാനിങ്ങനെ പറയുകയാണ്, QB ചാർജസിൻ്റെ ഫ്ലോ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഐ ബി ഉണ്ടാവുന്നത്. ഐ ആറിന് എനിക്ക് എന്ത് പറയാം, QR എന്ന് പറയുന്ന ഒരു കറണ്ടിൻ്റെ ചാർജിൻ്റെ ഫ്ലോ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഐ ആർ ഉണ്ടാവുന്നത്. അതുപോലെ എനിക്ക് എന്ത് പറയാം, ക്യൂവും പറയാം, QPയും പറയാം. ഒന്ന് നോക്കി, ഈ ജംഗ്ഷനിലേക്ക് എത്ര എമൗണ്ട് ഓഫ് ചാർജ് വരുന്നുണ്ട്, QR പ്ലസ് QQ പ്ലസ് QP അല്ലേ. എത്ര ലീവ് ചെയ്യുന്നുണ്ട്, QA പ്ലസ് QB. അത് എത്ര എമൗണ്ട് ഓഫ് ചാർജ് വരുന്നോ അത്രയും എമൗണ്ട് ഓഫ് ചാർജ് ലീവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, കൺസേർവ്ഡ് ആവുന്നത്. കാരണം എത്ര ചാർജ് വരുന്നോ ചാർജ് ഒരിടത്തും ലോസ് ആവുന്നില്ല, എത്ര എമൗണ്ട് ഓഫ് ചാർജ് വരുന്നോ അത്രയും ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് KCLനെ നമുക്ക് എന്ത് പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയാം. കാരണം ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിട്ട് അസോസിയേറ്റഡ് ആണ്, കറണ്ടായിട്ട് അസോസിയേറ്റ് ആണ്. ഓക്കെ, കറണ്ടായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്.